ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് തന്നെയാണ്. നിലവിലുള്ള പാർട്ടി തന്നെ തുടർന്ന് ഭരിക്കുമോ അതോ പുതിയ ഭരണകൂടം അധികാരത്തിൽ വരുമോ എന്നിങ്ങനെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ കണ്ടെത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭ ഇലക്ഷന്റെ സമയങ്ങളിൽ മാർക്കറ്റ് വലിയ വോളറ്റൈൽ ആവാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ 1999 മുതൽ 2019 വരെ ലോക്സഭ ഇലക്ഷന്റെ സമയങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് എത്തരത്തിലായിരുന്നു റിയാക്ട് ചെയ്തത് എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇനിയും നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി നമ്മൾ പറയുന്നത് 1999 ജനറൽ ഇലക്ഷനിൽ BJP ആണ് അധികാരത്തിൽ വന്നത്. 182 സീറ്റുകളാണ് നേടിയത്. അടൽ ബിഹാരി വാജ്പേയി ആണ് പ്രൈം മിനിസ്റ്ററായി അധികാരത്തിൽ വന്നത്. ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ സെൻസെക്സ് ഏകദേശം 3 മാസം കൊണ്ട് 7% നേട്ടവും കൈവരിച്ചു. സാമ്പത്തിക അച്ചടക്കത്തിലും സാമ്പത്തിക സ്ഥിരതയിലും ശ്രദ്ധ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. GDP വളർച്ചാ നിരക്ക് 6 മുതൽ 7% വരെ എത്തിയതും ഈ സമയത്ത് തന്നെയായിരുന്നു. പിന്നീട് ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട US ഭീകരാക്രമണം നടക്കുകയും ചെയ്തു. 2001 സെപ്റ്റംബർ 11 ലോക ജനതയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. തുടർന്ന് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ആയതോടെ മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിവിലേക്ക് പോയി. അങ്ങനെ 2004 വീണ്ടും ഒരു ജനറൽ ഇലക്ഷൻ നടക്കുകയാണ്. എന്നാൽ അവിടെ BJPക്ക് NDAക്ക് അധികാരം നഷ്ടപ്പെടുന്നു. അങ്ങനെ 2004 കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. ഇടതു മുന്നണി ഉൾപ്പെടെയുള്ള ചില മുന്നണികളെ കൂട്ടിപ്പിടിച്ചാണ് അവർ അധികാരത്തിലെത്തിയത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു സമയമായിരുന്നില്ല അത്. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഏകദേശം ഒരു 2-3 സെഷൻ കൊണ്ട് തന്നെ മാർക്കറ്റ് ഏകദേശം 15% ഇടിയുകയുണ്ടായി. അപ്പോഴത്തെ മൻമോഹൻ സിംഗ് ഭരണത്തിൽ ശക്തമായ GDP വളർച്ചയും റെക്കോർഡ് ഉയർന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാരണങ്ങളും കൊണ്ട് മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ 2007 അവസാനം വരെയും റാലി ചെയ്തു. പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിനെ തുടർന്ന് എല്ലാ മാർക്കറ്റുകളും ഇടിവിലേക്ക് പോയി. പിന്നീട് ഒരു ഇലക്ഷൻ വരുന്നത് 2009 കോൺഗ്രസിന്റെ തുടർ ഭരണമായിരുന്നു അത്. ശ്രീ മൻമോഹൻ സിംഗ് തന്നെ തുടർന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. സ്വതന്ത്രമായ ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചത് UPAക്ക് വലിയ നേട്ടമായി. വിദേശ നിക്ഷേപം ധാരാളം ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷം തന്നെയായിരുന്നു 2009. 2009 പ്രീ ഇലക്ഷൻ സമയത്ത് 26% സെൻസെക്സ് ഉയർന്നത്. ശേഷം മെയ് 18 മുതൽ ഡിസംബർ 31, 2009 വരെ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 40% ഉയരുകയും ചെയ്തു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 16 ശനിയാഴ്ചയായിരുന്നു. മെയ് 16 ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നീട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മെയ് 18 തിങ്കളാഴ്ചയാണ്. UPAയുടെ നിർണായകമായ വിജയത്തിന് ശേഷം വിപണികൾ വൻതോതിൽ കുതിച്ചുയർന്നു. മറ്റൊരു ഇലക്ഷൻ നടക്കുന്നത് 2014 BJP അധികാരം തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത്. 282 സീറ്റുകളാണ് BJP നേടിയത്. അങ്ങനെ ശ്രീ നരേന്ദ്രമോദി 2014 ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഇതോടെ 2014 പ്രീ ഇലക്ഷനിലും പോസ്റ്റ് ഇലക്ഷനിലും പോസിറ്റീവ് റിട്ടേൺസ് തന്നെയാണ് സെൻസെക്സ് നൽകിയത്. ആ സമയങ്ങളിൽ തന്നെയാണ് സെൻസെക്സ് ആദ്യമായി 25,000 എന്ന മാർക്ക് പിന്നിടുന്നത്. പിന്നീട് 2019 അടുത്ത ലോക്സഭാ ഇലക്ഷൻ വന്നു. 303 സീറ്റോടെ BJP തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. പ്രീ ഇലക്ഷന്റെ സമയത്തും പോസ്റ്റ് ഇലക്ഷനിലും പോസിറ്റീവ് റിട്ടേൺസ് തന്നെയാണ് മാർക്കറ്റ് വീണ്ടും തന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾ ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞ വർഷം തന്നെയായിരുന്നു. ആഗോള വിപണിയിലെ പോരാട്ടങ്ങൾ, US ചൈന വ്യാപാര യുദ്ധം, US ഫെഡറൽ റിസർവിന്റെ നിരക്ക് വർധനവ്, കൂടാതെ COVID-19 എന്ന മഹാമാരി ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ഇനി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ സെൻസെക്സും നിഫ്റ്റിയും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സെൻസെക്സും നിഫ്റ്റിയും തെരഞ്ഞെടുപ്പിന് ശേഷം പോസിറ്റീവ് റിട്ടേൺസ് തന്നെയാണ് നൽകിയിരുന്നത്. ഇലക്ഷനുകൾ മൊത്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രകടനം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പോസിറ്റീവ് റിട്ടേൺസ് തന്നെയാണ് സെൻസെക്സിന് നൽകിയിരിക്കുന്നത്. എന്നാൽ 2004 തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാത്രം സെൻസെക്സ് ഏകദേശം 15% ഇടിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം നല്ല റിട്ടേൺസ് തന്നെയാണ് സെൻസെക്സും നിഫ്റ്റിയും നൽകിയത് എന്ന് കാണാം. ഇലക്ഷന് മുൻപും അതിനുശേഷവുമുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ ഈ വാർത്ത നമ്മൾ എടുത്തിരിക്കുന്നത് ഫിനാൻഷ്യൽ എക്സ്പ്രസ്, മിന്റ്, 5 പൈസ എന്നീ മാധ്യമങ്ങളിൽ നിന്നാണ്.